ഞങ്ങൾക്ക് വന്ന ലോസ് എവിടെയും ആർക്കും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു രാവിലെ ഈ വാർത്ത കേട്ട് എഴുന്നേൽക്കുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ റിലീഫ്. അതിലിപ്പോൾ തിരിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത ഇതാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതും ഇതിങ്ങനെ നടന്നതിൽ സന്തോഷമുണ്ട്. ഇനിയും ഇങ്ങനത്തെ 2 ദിവസമായിട്ട് ലോകമാകെ ചർച്ച ചെയ്യുന്നത് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചാണ്. ഏപ്രിൽ 22 പെഹൽഗാം തീവ്രവാദി ആക്രമണത്തിന് ഇന്ത്യ കൊടുത്ത തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂർ. സ്ത്രീകൾ നോക്കി നിൽക്കെ അവരുടെ കൺമുന്നിൽ വെച്ച് സ്വന്തം ഭർത്താക്കന്മാരെയും അച്ഛന്മാരെയും സഹോദരന്മാരെയും ക്രൂരമായി കൊന്ന പാകിസ്ഥാൻ ഭീകരർക്ക് തിരിച്ചടി കൊടുക്കുമ്പോൾ ആ ഓപ്പറേഷന് നൽകാൻ ഇതിനും മികച്ചൊരു പേര് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഞങ്ങളുടെ വനിതകളുടെ സിന്ദൂരക്കുറിയിൽ രക്തക്കറ പുരട്ടിയവർക്ക് ഇന്ത്യൻ മിലിറ്ററിയുടെ വക രക്താഭിഷേകം. ഈ തിരിച്ചടി അത്യാവശ്യം തന്നെ ആയിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. പാകിസ്ഥാനിൽ തമ്പടിച്ചിരിക്കുന്ന പലവിധ ഭീകര സംഘടനകളെ കൊണ്ട് നമ്മൾ പൊറുതി മുട്ടിക്കഴിഞ്ഞു. എത്ര നിരപരാധികളെയാണ് ഇവർ ഇത്ര കാലം കൊണ്ട് കൊന്നു തള്ളിയത്? ഒരു തിരിച്ചടി അത്യാവശ്യം തന്നെയായിരുന്നു. പാകിസ്ഥാൻ സർക്കാരിന്റെ മൗനാനുവാദത്തോടെയാണ് ഇത്തരം സംഘടനകൾ പ്രവർത്തിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ ഇത്തരം ഭീകരാക്രമണങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും പാകിസ്ഥാൻ ഒരിക്കലും ഒഴിഞ്ഞു മാറാനും കഴിയില്ല. അവരിങ്ങോട്ട് കയറി ചൊറിഞ്ഞു, നമ്മൾ കയറി മാന്തി. ഇനി നമ്മളായിട്ട് ഒരു ആക്രമണത്തിന് മുതിരില്ല എന്ന് ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അല്ലെങ്കിലും ഒരു രാജ്യത്തെയും അങ്ങോട്ട് കയറി ആക്രമിക്കുന്ന പാരമ്പര്യം നമുക്കില്ല. ഇങ്ങോട്ട് ആക്രമിച്ചാൽ പോലും നമ്മൾ മാക്സിമം ക്ഷമിച്ചു കൊടുക്കാറാണ് പതിവ്. മിലിറ്ററി ആക്ഷനിലേക്ക് കടക്കാതെ നയതന്ത്രപരമായി മാത്രം ഇത്തരം ആക്രമണങ്ങളെ ചെറുത്തു നിൽക്കാനാണ് ഇന്ത്യ ശ്രമിക്കാറുള്ളത്. ആ ഒരു കാര്യത്തിൽ നമ്മുടെ രാജ്യത്തെ ഓർത്ത് എനിക്ക് പലപ്പോഴും അഭിമാനം തോന്നാറുണ്ട്. എന്തെങ്കിലും ചെയ്തൊരു യുദ്ധം ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. യുദ്ധത്തിന്റെ ഭീകരതയെ കുറിച്ച് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നോ ഇന്ത്യയുടെ ഭാഗത്തു നിന്നോ ഇനി ഒരു അറ്റാക്ക് ഉണ്ടാകരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് എവിടെ ചെന്ന് നിൽക്കുമെന്ന് പറയാൻ കഴിയില്ല. പറഞ്ഞു പഴകിയ ഒരു വാചകം ഞാൻ ഓർമ്മിപ്പിക്കാം. യുദ്ധത്തിൽ വിജയികളില്ല, പരാജിതർ മാത്രമേ ഉള്ളൂ. യുദ്ധത്തിന്റെ റിസൾട്ട് നാശനഷ്ടങ്ങൾ മാത്രമാണ്. വർഷങ്ങളോളം നമ്മളെ വേട്ടയാടാൻ പോകുന്ന അതിഭീകര മുറിവുകൾ ബാക്കിയാക്കിയാണ് ഓരോ യുദ്ധവും അവസാനിക്കുന്നത്. യുദ്ധം എന്നും സാധാരണക്കാരെയാണ് ബാധിക്കുന്നത്. ഇന്ത്യയിലും പാകിസ്ഥാനിലുമുള്ള സാധാരണ ജനങ്ങളാണ് യുദ്ധം കൊണ്ട് കഷ്ടപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആരും ഒരു യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടരുത് എന്നൊരു അപേക്ഷയുണ്ട്. പറയുന്ന പോലെ അത്ര രസമുള്ള സംഗതിയല്ലേ യുദ്ധം എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ അവസരത്തെ മുതലെടുത്ത് ഒരു യുദ്ധത്തിൽ എത്തിക്കാനും പാകിസ്ഥാനെ നശിപ്പിക്കാനും ആഗ്രഹിക്കുന്നവരുമായി എനിക്കൊരിക്കലും യോജിച്ചു പോകാൻ കഴിയില്ല. ഇന്ത്യയിലുള്ളത് പോലെ തന്നെ ഒരുപാട് സാധാരണക്കാർ പാകിസ്ഥാനിലുമുണ്ട്. അവിടെയുള്ളവർ മുഴുവനും AK-47 കയ്യിലേന്തി നടക്കുന്ന ഭീകരന്മാരൊന്നുമല്ല. നമ്മൾ കാരണം ഒരൊറ്റ നിരപരാധിയുടെയും രക്തം ചുരിയാൻ ഇടവരരുത്. അങ്ങനെ വന്നാൽ പിന്നെ നമ്മളും പാകിസ്ഥാൻ ഭീകരരും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് എന്ന് കരുതി ഭീകരന്മാർ എന്ത് ചെയ്താലും കൈയും കെട്ടി നോക്കിയിരിക്കണം എന്ന് പറയുന്നവരോടും എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഓപ്പറേഷൻ സിന്ദൂറിനെ പോലും തള്ളി പറയുന്ന ആളുകളെ കണ്ടിരുന്നു. അവരുടെ ഇന്റൻഷൻ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഒരു യുദ്ധം ഉണ്ടാകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. പക്ഷെ എന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ കൈയും കെട്ടി നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ട്. ഒരു തിരിച്ചടി അത്യാവശ്യമായിരുന്നു എന്ന് മാന്യമായി ആഗ്രഹിക്കുന്നവരുണ്ട്. ഇത്രയൊന്നും ചെയ്താൽ പോരാ, പാകിസ്ഥാനെ മുഴുവനും തീയിട്ട് ചുരണം എന്ന് പറഞ്ഞ എക്സ്ട്രീമിസ്റ്റുകൾ മറ്റൊരു ഭാഗത്തുണ്ട്. ഇതൊരു തുറന്ന യുദ്ധമായി മാറുമെന്ന് ഭയക്കുന്ന വേറൊരു വിഭാഗവും ഉണ്ട്. ഇതിനിടയിൽ ഇപ്പോഴും പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും തെറി പറഞ്ഞു നടക്കുന്ന വേറെ നിർഗുണന്മാരുണ്ട്. എന്തിനേറെ പറയുന്നു, പെഹൽഗാം അറ്റാക്കിൽ മരിച്ച മലയാളിയായ രാമചന്ദ്രന്റെ മകളായിട്ടുള്ള ആരതി രാമചന്ദ്രനെ വരെ തെറി പറയുന്ന കുറെ ആളുകളെ കാണാനിടയായി. ആരതി എല്ലാവരും ഓർക്കുന്നുണ്ടാകും. പെഹൽഗാം അറ്റാക്കിൽ വെച്ച് തന്റെ കൺമുന്നിൽ വെച്ചാണ് ആരതിക്ക് തന്റെ അച്ഛനെ നഷ്ടപ്പെട്ടത്. അതിന്റെ നടുക്കം മാറുന്നതിന് മുമ്പ് തന്നെ മലയാളികളുടെ ക്രൂരമായ സൈബർ അറ്റാക്കിന് വിധേയമാകേണ്ടി വന്നു ആരതിക്ക്. മുസ്ലിങ്ങളായിട്ടുള്ള 2 കാശ്മീർ യുവാക്കൾ ഒരു സഹോദരിയെ പോലെ കണ്ട് തന്നെ സഹായിച്ചു എന്ന് ആരതി പറഞ്ഞതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായത്. 2 മുസ്ലിം ചെറുപ്പക്കാരെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞത് ആർക്കങ്ങ് പിടിച്ചില്ല. പലരുടെയും കണ്ണിൽ മുസ്ലിങ്ങൾ എല്ലാവരും തീവ്രവാദികളാണല്ലോ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതോടെ പിന്നെ ആരതി ആരും നിലത്ത് നിർത്തിയിട്ടില്ല. എന്തെല്ലാം കുറ്റങ്ങളും കുറവുകളുമാണ് മലയാളികൾ കണ്ടുപിടിച്ചത്. അച്ഛൻ മരിച്ചിട്ടും കരയുന്നില്ല, ബോൾഡായി സംസാരിക്കുന്നു, ലിപ്സ്റ്റിക് ഇട്ട് നടക്കുന്നു. പാവം കൺമുന്നിൽ വെച്ച് അച്ഛൻ വെടിയേറ്റ് മരിച്ചത് കണ്ട് ആ ഷോക്കിനിടയിലും തന്റെ മക്കളെ രക്ഷിക്കണമല്ലോ എന്ന ചിന്തയിൽ വെടിയുണ്ടകൾക്കിടയിലൂടെ ഓടി രക്ഷപ്പെട്ടു എന്ന പെണ്ണിനെ ചേർത്ത് നിർത്തുന്നതിന് പകരം പലരും അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. അത്തരക്കാരൊക്കെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പറഞ്ഞ് പുളകം കൊള്ളുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പുച്ഛമാണ് തോന്നുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആരതിയുടെ പ്രതികരണത്തിന് വേണ്ടി മാധ്യമങ്ങൾ ആരതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ അമ്മയുടെ സിന്ദൂരം അയച്ചവർക്കുള്ള മറുപടിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്നായിരുന്നു ആരതി അതിന് മറുപടിയായി പറഞ്ഞത്. എന്നാൽ അവിടെയും വന്ന് ആരതിയെ തെറി വിളിക്കാൻ ചിലർ മറന്നില്ല. ആരതിയുടെ പ്രതികരണങ്ങൾ കേട്ടതിന് ശേഷം ചില കമന്റുകൾ ഞാൻ വായിച്ചുതരാം. എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ നേരത്തെ ഇപ്പൊ കുറെ പറഞ്ഞതുപോലെ തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്യാണ്. ഞങ്ങൾക്ക് വന്ന ലോസ് എവിടെയും ആർക്കും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു രാവിലെ ഈ വാർത്ത കേട്ട് എഴുന്നേൽക്കുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ റിലീഫ് ആൻഡ് എ വെരി കംഫർട്ടിംഗ് മൊമെന്റ്. നമ്മളായിട്ട് ഇപ്പോൾ നമുക്ക് തീവ്രവാദികളെ പോയി തിരിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത ഇതാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതും ഇതിങ്ങനെ നടന്നതിൽ സന്തോഷമുണ്ട്. ഇനിയും ഇങ്ങനത്തെ തീവ്രവാദങ്ങൾ ഇന്ത്യക്കും ഇന്ത്യയുടെ ഉള്ളിൽ നമ്മളെ പോലത്തെ ഇന്നസെന്റ് പീപ്പിളിനെതിരെ വരുന്നതിൽ ഇങ്ങനെ തന്നെ തിരിച്ചടിക്കണം എന്ന് ഞാൻ എന്റെ ഉറച്ച ശബ്ദത്തിൽ പറയുന്നു.
ഓക്കെ, വളരെ വ്യക്തമായി തന്നെ ആരതി കാര്യങ്ങൾ പറഞ്ഞില്ലേ, ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇത്തരം ഭീകരവാദികൾക്ക് ഇങ്ങനെ തന്നെയാണ് മറുപടി കൊടുക്കേണ്ടത് എന്നാണ് ആരതി പറഞ്ഞത്. അവരത് പറഞ്ഞു നിർത്തിയതാണ്, അവർക്ക് ഇനി ഒന്നും പറയാനില്ല. എന്തെങ്കിലും പറഞ്ഞ് ഇനി ഒരു വാദത്തിന് പോകാനും അവർക്ക് താല്പര്യവുമില്ലായിരുന്നു. പക്ഷെ മാധ്യമ പ്രവർത്തകർക്ക് അവരെ വിടാൻ ഉദ്ദേശമില്ലായിരുന്നു. ഈ മാപ്രകൾക്ക് എക്സ്ക്ലൂസീവായ എന്തെങ്കിലും കിട്ടണമല്ലോ, അവര് വീണ്ടും ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. മാധ്യമ പ്രവർത്തകരുടെ അടുത്ത ചോദ്യം ഒന്ന് കേട്ടോക്കാം. തിരിച്ചടി പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു അറ്റാക്കാണ്. കുറെ കാര്യങ്ങൾ മുൻകരുതലെടുക്കുകയും കുറെ കാര്യങ്ങൾ തീരുമാനിച്ചൊക്കെ ചെയ്ത ഒരു സ്ട്രാറ്റജിക് മൂവ്മെന്റ് ആണ് നടന്നിരിക്കുന്നത്. ഒരു പൗര എന്നതിനപ്പുറം എന്താണ് പറയാനുള്ളത്? എനിക്ക് പൗരയായിട്ട് തന്നെ പറയാനുള്ളൂ. എല്ലാ ഇന്ത്യക്കാരെ പോലെ ഞാനും ഈ മൊമെന്റിൽ ഇന്ത്യൻ ആയതിൽ വളരെയധികം അഭിമാനിക്കുന്നു. ഇത് കൂടുതൽ എനിക്കിനി ഒന്നും പറയാനോ ഇല്ല. ശരി, ഒരു പൗര എന്നതിനപ്പുറത്തേക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതായിരുന്നു മാപ്രയുടെ ചോദ്യം. എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം? ഒരു ഇന്ത്യൻ പൗര എന്ന നിലക്ക് അവർ അവരുടെ അഭിപ്രായം പറഞ്ഞു. ഇനി പെഹൽഗാം അറ്റാക്കിന്റെ അതിജീവിതം എന്ന നിലക്കും അവർ നേരത്തെ തന്നെ മറുപടി പറഞ്ഞു. ഞങ്ങൾക്ക് വന്ന നഷ്ടം ആർക്കും നികത്താൻ കഴിയില്ല, പക്ഷെ ഭീകരവാദികൾക്ക് ഇങ്ങനെ തന്നെയാണ് മറുപടി കൊടുക്കേണ്ടത്. അതിൽ താൻ സന്തുഷ്ടയാണെന്നും അവർ പറഞ്ഞു. ഇതിൽ കൂടുതൽ എന്താണ് ആരതിയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇതിൽ കൂടുതലൊന്നും പറയാനില്ല എന്ന് ഒരാൾ പറയുമ്പോഴെങ്കിലും അവരെ വെറുതെ വിട്ടൂടെ? കഴിഞ്ഞില്ല, ഇതിനും അപരാധം പിടിച്ചൊരു ചോദ്യം കൂടി വരാനുണ്ട്, കണ്ടോക്കാം. ഇതില് ഇപ്പം ഈ സ്ഥലത്ത് പോയ ഒരാൾ കൂടിയാണ്. അപ്പം എന്താണ് ആ സ്ഥലത്തിന്റെ ഒരു ഇത് വെച്ച് മനസ്സിലാവുന്നത് ഇങ്ങനെ ഒരു അറ്റാക്കിനെ കുറിച്ച്? എന്ത് മണ്ടൻ ചോദ്യമാണ് ഇതൊക്കെ. അവിടെ പോയ ആളെന്ന നിലക്ക് ആ സ്ഥലത്തിന് ഇത് വെച്ച് നോക്കുമ്പോൾ എന്താണ് ഈ അറ്റാക്കിനെ കുറിച്ച് തോന്നുന്നത് എന്നായിരുന്നു ചോദ്യം. ആരതി പോയത് പെഹൽഗാമിലേക്കാണ്, അല്ലാണ്ട് പാകിസ്ഥാനിലേക്കല്ല. പാകിസ്ഥാനിൽ ചെന്നാണ് ഇന്ത്യ തിരിച്ചടിച്ചത് എന്ന സാമാന്യ ബോധം പോലും ഇല്ലാത്തവനാണ് ചോദ്യം ചോദിക്കുന്നതെന്ന് തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ ചോദിക്കേണ്ടതുകൊണ്ട് മാത്രം വെറുതെ വായി തോന്നുന്നത് വിളിച്ചു പറയുന്ന ഓരോരോ ടീം സിസ്റ്റം. പക്ഷേ ഈ ചോദ്യത്തിന് തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഉത്തരം തന്നെയാണ് ആരതി നൽകിയത്. അതൊന്ന് കണ്ടോക്കാം. അതിനെക്കുറിച്ച് പറയാനൊന്നും ഞാൻ ആളല്ല. എനിക്ക് അത്രയുള്ള ഇതൊന്നുമില്ല. ലൈക്ക് ആകെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ പോലത്തെ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ മണ്ണിൽ നിന്നപ്പോഴാണ് നമുക്ക് ഈ ഒരു അറ്റാക്ക് വന്നത്. അവിടെ നിന്ന് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്ത്. അപ്പൊ അവിടെ പോയി കറക്റ്റ് ഈ ടെററിസ്റ്റ് ക്യാമ്പുകൾ പാകിസ്ഥാനിലെ കണ്ടുപിടിച്ച് ഈ 9 എണ്ണത്തിനെയും ഇല്ലാതാക്കിയതിൽ അതാണ് ഒരു കറേജിയസ് ഇതായിട്ട് കാണുന്നത്. മറ്റേത് ഭയങ്കര കവേർഡിഷ് ഓഫ് ദം എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇന്നസെന്റ് ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാനാണ്? ഒരു AK-47 കൊണ്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാണ്? അതൊരു വെരി കവേർഡ് ഓഫ് ദം. അപ്പോൾ ഇതാണ് ഇന്ത്യ, ഇതാണ് ഞങ്ങളുടെ മറുപടി. അതാണ് നിരപരാധികളായ സാധാരണക്കാരെ ബാധിക്കാത്ത രീതിയിൽ നമ്മൾ അറ്റാക്ക് ചെയ്തു എന്നുള്ളതാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പെഹൽഗാമിൽ ജീവിതം നഷ്ടപ്പെട്ടവർക്കും കുടുംബത്തിനും ഒരു പരിധിവരെയെങ്കിലും നീതി കിട്ടി എന്നതിൽ സന്തോഷിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ ഇതൊന്നും ബാധിക്കരുത് എന്ന് ചിന്തിക്കാൻ കഴിയുന്നത് തന്നെ വിശാലമായ ഒരു മനസ്സുള്ളത് കൊണ്ട് തന്നെയാണ്. എന്തായാലും തുടർന്നും പല ചോദ്യങ്ങളും മാപ്രകൾ ആരതിയോട് ചോദിക്കുന്നുണ്ട്. കാശ്മീരിനെ കുറിച്ചും പെഹൽഗാം അറ്റാക്കിന് ശേഷം ആരതിയെ സഹായിച്ച യുവാക്കളെ കുറിച്ചുമൊക്കെ ചോദ്യങ്ങൾ വന്നിരുന്നു. കാശ്മീരികളും ഓപ്പറേഷൻ സിന്ദൂരിൽ സന്തോഷിക്കുന്നുണ്ടാകുമെന്നും അവരെ വേർതിരിച്ച് കാണരുത്, അവരും നമ്മളെ പോലെ തന്നെ ഇന്ത്യയെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ആരതി മറുപടി കൊടുത്തത്. പക്ഷെ എത്ര നല്ല രീതിയിൽ സംസാരിച്ചാലും ചൊറിയാൻ വരുന്ന കുറെ ആളുകളുണ്ടല്ലോ, അവർക്ക് ആരതിയുടെ രാജ്യസ്നേഹം അംഗീകരിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആരതി കാശ്മീരികളെയും കാശ്മീരിൽ അവരെ സഹായിച്ച എനിക്ക് സഹോദരന്മാരെ പോലെയാണെന്ന് പറഞ്ഞ 2 ചെറുപ്പക്കാരെയും ആരതി തള്ളി പറയണം. എന്നാലാണ് അത്ര ആരതിയെ യഥാർത്ഥ ഇന്ത്യക്കാരിയായിട്ട് അംഗീകരിച്ച് കൊടുക്കുകയുള്ളൂ പോലും. ഒരു കമന്റ് ഞാൻ വായിച്ചുതരാം. പക്ഷെ ഇനിയെങ്കിലും പറയണം അവർ സഹോദരന്മാരായിരുന്നില്ല. അതങ്ങനെ കുറെ ചാണകം തീനികൾ. ഇനി വേറെ ടൈപ്പ് കമന്റുകളുണ്ട്, വായിച്ചുതരാം. മേക്കപ്പ് തപ്പാൻ സമാധാന മുറിയന്മാരെ കാണുന്നില്ലല്ലോ ശകുന്തളെ. ഹെർ മുസ്ലിം സമാധാന സപ്പോർട്ട് ഹാസ് റെഡ്യൂസ്ഡ്. ഈ കമന്റ് ഇട്ടമാരുടെ അസുഖം എന്താണെന്ന് മനസ്സിലായില്ലേ? ഓപ്പറേഷൻ സിന്ദൂറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണല്ലോ ആരതി സംസാരിച്ചത്. അപ്പൊ മുമ്പ് കാശ്മീരി യുവാക്കൾ സഹോദരന്മാരെ പോലെയാണെന്ന് ആരതി പറഞ്ഞപ്പോൾ സംഘികൾ ആരതി അറ്റാക്ക് ചെയ്ത പോലെ ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂറിനെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് മുസ്ലിങ്ങൾ എല്ലാവരും ആരതി അറ്റാക്ക് ചെയ്യുമെന്നാണ് ഈ സംഘികൾ വിചാരിച്ചു വെച്ചേക്കുന്നത്. കൊടും വർഗീയ മനസ്സുള്ള ആളുകളാണല്ലോ. ഇവരുടെ വിചാരം പാകിസ്ഥാനിലെ 4 ഭീകരന്മാർ ചത്താൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം അതോർത്ത് സങ്കടപ്പെടുമെന്നാണ്. പക്ഷെ ഇവരുടെ പരിപ്പ് ഇവിടെ എന്തിന്? ഓപ്പറേഷൻ സിന്ദൂരിനെ സപ്പോർട്ട് ചെയ്തത് കാരണം ഒരാൾ പോലും ആരതിക്കെതിരെ സംസാരിച്ചില്ല. അതിന്റെ ഫ്രസ്ട്രേഷനാണ് ഇതുപോലുള്ള ഓഞ്ഞ കമന്റുകളിലൂടെ ഇവർ തീർക്കുന്നത്. ആരതിക്ക് മാത്രമല്ല, സാക്ഷാൽ മലയാളത്തിലെ മോഹൻലാലിന് പോലും ഇവരെ കൊണ്ട് ഇരിക്കപ്പുറത്ത് ഇല്ലാതായി കഴിഞ്ഞു. എമ്പുരാൻ ഇറങ്ങിയതിനു ശേഷമുള്ള പൊല്ലാപ്പുകൾ ഞാൻ ആർക്കും പറഞ്ഞിട്ടുണ്ടല്ലോ. മോഹൻലാലിനെ പോലും ജിഹാദി ആക്കിയ ആളുകൾ ഇവിടെ ഉണ്ട്. ഓപ്പറേഷൻ സിന്ദൂരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലാലേട്ടൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പോസ്റ്റിന് താഴെ പോലും ഹെയ്റ്റ് കമന്റുകൾ വാരി വിതറുകയാണ് ഇവർ. ലാലേട്ടനെ മാത്രമല്ല, കൂട്ടത്തിൽ പൃഥ്വിരാജിനെയും ഇവർ തെറി വിളിക്കുന്നുണ്ട്. ചില കമന്റുകൾ ഞാൻ വായിച്ചു. ഖുറൈശി സ്വന്തം സയ്യിദിനെ പരിശീലിപ്പിച്ച കേന്ദ്രം ചുട്ടു ചാമ്പലാക്കിയിട്ടുണ്ട്. അവന്റെ കൂട്ടാളികളെയും കലിമ ചൊല്ലി കാലപ്പുരിക്ക് അയച്ചിട്ടുണ്ട്. നിന്റെയും രാജപ്പന്റെയും കലിമ ട്രെയിനിങ് സെന്ററിൽ ഞങ്ങൾ സിന്ദൂരം ഇട്ടു. രാജപ്പൻ ടീമിനെ മൊത്തം തീർത്തു. അപ്പൊ അണ്ണൻ ആരായി? എമ്പുരാൻ മറക്കണ്ട, ഞങ്ങളുടെ സന്തോഷത്തിൽ താങ്കൾ ഇടപെടുകയും വേണ്ട. രാജ്യദ്രോഹിയാണ് താനെന്നൊക്കെ ആരോടാണ് പറയണമെന്ന് ഓർക്കണം. ഇവരെ പോലുള്ള ആളുകളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെയാണ് എഴുതി വിടുന്നത്? എമ്പുരാൻ ഇറക്കിയത് കാരണം പൃഥ്വിരാജിനെ IS ഏജന്റ് വരെ ആക്കിയവന്മാരാണ് ഇവർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്ന ഇവന്മാരാണ്. പാകിസ്ഥാനിലെ തീവ്രവാദികളെ പോലെ തന്നെ ഇവന്മാരെയും പേടിക്കണം, അകറ്റി നിർത്തണം. അജാതി വശങ്ങളാണ്. എന്തായാലും ഇത്തരക്കാരുടെ വെർബൽ അറ്റാക്ക് ഇങ്ങനെ ഒരു വശത്ത് കൂടെ നടക്കുന്നുണ്ട്. അതിനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇവരത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും, വെറുപ്പ് പടർത്തിക്കൊണ്ടേയിരിക്കും. അതവിടെ നിൽക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓപ്പറേഷൻ സിന്ദൂരിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ എതിർക്കുന്ന ആളുകളും ഇവിടെ ഉണ്ടെന്ന്. അതിലൊരാൾ ആമിന നിജാം
എന്ന് പറയുന്ന നടിയാണ്. ആള് കാശ്മീർ സ്വദേശിയാണ്. പക്ഷെ ടർബോ ഉൾപ്പെടെ ചില മലയാള സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചില തെറ്റായ വാർത്തകൾ ആമിന ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരും കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ആമിന നിജാം ഷെയർ ചെയ്തത്. പിന്നീട് തെറ്റ് മനസ്സിലാക്കിയവർ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള അവരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഞാൻ വായിച്ചുതരാം. There was a story that I had posted which belonged to a lawyer that said about killing of Pakistan civilians, but as soon as I came to know the official clarification of no civilians had been involved in the attack, I took down the story. I apologize for the same. പക്ഷേ ഇവർ ഇതിന്റെ കൂട്ടത്തിൽ മറ്റൊരു സ്റ്റോറിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂരിനെ എതിർത്തുകൊണ്ടുള്ള സ്റ്റോറിയാണ്. അത് ഞാൻ വായിച്ചുതരാം. Yes, I assumed our country sought out killing as the solution when so many questions are still unanswered and the economic situation of the country is the worst. Remember, war doesn't bring peace nor does killing. I don't support it. People who think they have sought revenge for Pahalgam attack have been manipulated. It's a war are getting into the laws is only for the civilians. I am an Indian who thinks for the welfare of its people, not the one that speaks only when ego is hurt. സംഭവം മനസ്സിലായല്ലോ. പെഹൽഗാം അറ്റാക്കിനെ കുറിച്ച് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിൽ ഇങ്ങനെ ആൾക്കൊന്നുള്ള റിവെഞ്ചുകൾ വേണ്ടായിരുന്നില്ല. ഇനി മൂലം ഒരു യുദ്ധം ഉണ്ടായാൽ ഇത് സാധാരണക്കാരെ ബാധിക്കും, സമാധാനം നശിക്കും. ഇതൊക്കെയാണ് ആമിന നിജാം പറഞ്ഞു വെക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനെ പൂർണ്ണമായും എതിർക്കുക മാത്രമാണ് ആമിന നിജാം ചെയ്തത്. ഇവിടെ ആമിന നിജാം മാത്രമല്ലേ കേട്ടോ, നമ്മുടെ ബിഗ് ബോസ് ഫെയിം ആയിട്ടുള്ള റിയാസ് സലീമും ഇതേപോലെ ഓപ്പറേഷൻ സിന്ദൂറിനെ എതിർത്തുകൊണ്ടുള്ള സ്റ്റോറി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചില ഫേക്ക് ന്യൂസുകൾ അടക്കം റിയാസ് ഷെയർ ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പലസ്തീൻ ഇസ്രായേൽ പ്രശ്നവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് റിയാസ് ഷെയർ ചെയ്ത ഒരു സ്റ്റോറി ഞാൻ വായിച്ചുതരാം. Justice served. Sound familiar? Israel says it too while carrying out a massacre in Palestine. ശരി, ഓപ്പറേഷൻ സിന്ദൂരും ഇസ്രായേൽ പലസ്തീൻ പ്രശ്നവും തമ്മിൽ ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇസ്രായേൽ പലസ്തീനിൽ നടത്തുന്നത് കൂട്ടക്കുരുതിയാണ്. പലസ്തീൻ എന്ന രാജ്യത്തെ അടി മുതൽ മുടി വരെ തകർത്തില്ലാതാക്കുന്ന പരിപാടിയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളെ മാത്രം തിരിഞ്ഞു പിടിച്ചുകൊണ്ട് ഇന്ത്യ നടത്തുന്ന അറ്റാക്കാണ്. പാകിസ്ഥാനിലെ സാധാരണക്കാരെ നമ്മൾ ഒരിക്കലും ലക്ഷ്യം വെച്ചിട്ടില്ല. സോ അതും ഇതും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിന് ആമിന നിജാബിന്റെയും റിയാസിന്റെയും വാദങ്ങളോട് പൂർണ്ണമായും എനിക്ക് യോജിക്കാൻ കഴിയില്ല. പക്ഷെ അവർ പറയുന്ന ഒരു കാര്യത്തോട് മാത്രം എനിക്ക് യോജിപ്പുണ്ട്. ഇവിടെ ഇനി യുദ്ധങ്ങൾ ഉണ്ടാവരുത്. യുദ്ധങ്ങൾ നാശങ്ങൾ മാത്രമാണ് കൊണ്ടുവരുന്നത്. വേദനയും ആഘാതങ്ങളും മാത്രമാണ് ബാക്കിയാകുന്നത്. രക്തച്ചൊരിച്ചിലുകൾ കണ്ട് ആനന്ദിക്കാൻ എനിക്ക് കഴിയില്ല. അത് സാധാരണക്കാരനായ ഏത് രാജ്യത്തെ മനുഷ്യന്റെ രക്തമാണെങ്കിലും അങ്ങനെ തന്നെ. അതുകൊണ്ട് തന്നെ ഇതൊരു യുദ്ധമായി മാറരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ജീവിതം നേരിട്ടും അല്ലാതെയും യുദ്ധം ബാധിക്കുമെന്ന് ഉറപ്പാണ്. നമ്മുടെ ജീവിതം തന്നെ തകർത്ത് തരിപ്പണമാക്കാൻ യുദ്ധത്തിന് കഴിയും. യുദ്ധം അങ്ങ് കാശ്മീരിലല്ലേ, നമ്മളങ്ങ് കേരളത്തിലല്ലേ എന്നൊന്നും പറഞ്ഞ് ആശ്വസിക്കാൻ നിൽക്കേണ്ട ആരും. യുദ്ധം വന്നാൽ എല്ലാവരും ഒരുപോലെ മൂഞ്ചും. കൂടുതലൊന്നും എനിക്ക് പറയില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.